ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ രാജ്യത്തെ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാറുണ്ട്, ഭരണഘടനയിൽ കൈകടത്താറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ സുപ്രീം കോടതിയുടെ പണി എന്താണ് എന്നുള്ളത് പല ആൾക്കാർക്കും അറിയില്ല. പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിനെ തിരുത്തുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടുക എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ പണി എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാർ ഒരു ബില്ല് കൊണ്ടുവരുന്നു, ആ ബില്ല് സുപ്രീം കോടതിക്ക് പൊടുന്നനെ സുപ്രീം കോടതി ഈ ബില്ല് വേണ്ട എന്ന് പറഞ്ഞ് കട്ട് ചെയ്യാനൊക്കെ സാധിക്കും എന്നൊക്കെയാണ് പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല. സുപ്രീം കോടതി, പാർലമെൻറ്റ്, ലെജിസ്ലേറ്റീവ്, ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ. ഇപ്പോൾ പാർലമെൻറ്റ് ഒരു തെറ്റ് കാണിച്ചാൽ അത് സുപ്രീം കോടതി തിരുത്തും. സുപ്രീം കോടതി ഒരു തെറ്റിലേക്ക് പോവുകയാണെങ്കിൽ അത് പാർലമെൻറ്റിൽ ബില്ല് പാസ്സാക്കാനുള്ള നിയമമൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. സുപ്രീം കോടതി വിധിയൊക്കെ മറികടക്കുന്ന ഒരുപാട് ബില്ലുകൾ രാജീവ് ഗാന്ധിയൊക്കെ പാർലമെൻറ്റിൽ പാസ്സാക്കിയിട്ടുണ്ട്. അതിനൊരു വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ അത്തരത്തിലുള്ള യാതൊരു കുൽസിത പ്രവൃത്തികളും കാണിക്കാറില്ല. കൃത്യമായിട്ടും ഭരണഘടനയും സുപ്രീം കോടതിയും മാനിച്ചുകൊണ്ടാണ് മുന്നിലേക്ക് പോകുന്നത്. പിന്നെ സുപ്രീം കോടതിക്ക് ചില വിധികൾ പറയുമ്പോൾ അതിൽ തെളിവുകളും കാര്യങ്ങളും എല്ലാം വെച്ച് മാത്രമേ കോടതിക്ക് വിധി പറയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കശ്മീരിലെ 370 റദ്ദാക്കിയത് സുപ്രീം കോടതി അംഗീകരിച്ചതാണ്. കാരണം ആ നിയമം പഠിച്ചാൽ തന്നെ നമുക്കറിയാം, കേന്ദ്രം ആ നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇനി ഏതൊരു സർക്കാർ വന്നാലും അടിക്കാൻ കഴിയാത്ത കുരുക്കായി കശ്മീരിനെ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി ചേർക്കുന്ന രീതിയിലാണ്. രാമക്ഷേത്രവും സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയാണ്. എന്ത് തന്നെയായിരുന്നു രാമക്ഷേത്രത്തിൽ കൃത്യമായി അവിടെ രാമക്ഷേത്രമായിരുന്നു എന്ന തെളിവുകൾ സുപ്രീം കോടതിയുടെ മുമ്പിലുണ്ട്. അങ്ങനെ മുമ്പിൽ തെളിവുകൾ ഉള്ളപ്പോൾ ഇവിടെയുള്ള സുഡാപ്പികൾ ഇവിടെ പള്ളിപ്പറമ്പിലാണ് രാമൻ ഇരിക്കുന്നത് എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. യഥാർത്ഥത്തിൽ രാമൻ്റെ പറമ്പിലാണ് അവിടെ പള്ളി വെച്ചിരിക്കുന്നത് എന്ന് സുപ്രീം കോടതിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. സുപ്രീം കോടതി ഈ ഇടയ്ക്ക് നടത്തിയ ഒരു പ്രസ്താവന എന്ന് പറയുന്നത്, ഈ ഗവർണർ ബില്ലുകൾ പാസ്സാക്കാൻ ഒരുപാട് സമയമെടുക്കുന്നു, ഈ രാഷ്ട്രപതിക്ക് അയച്ചു കഴിഞ്ഞാൽ രാഷ്ട്രപതിയും ബില്ലുകളെ പാസ്സാക്കാൻ ഒരുപാട് സമയമെടുക്കുന്നു എന്നാണ്. രാഷ്ട്രപതിയൊക്കെ ചോദ്യം ചെയ്യാറായോ സുപ്രീം കോടതി എന്നുള്ള ചോദ്യമൊക്കെ കേന്ദ്രം തിരിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ശക്തമായിട്ടുള്ള മറുപടിയാണ് കേന്ദ്രം സുപ്രീം കോടതിക്ക് കൊടുത്തിരിക്കുന്നത്. മോദി ഗവൺമെൻറ് ടേക്സ് എ സ്ട്രോങ് സ്റ്റാൻസ് ഇൻ സുപ്രീം കോർട്ട്സ് ഓൺ ഗവർണേഴ്സ് ആൻഡ് പ്രസിഡൻറ്റ്സ് റോൾ ഇൻ ക്ലിയറിംഗ് സ്റ്റേറ്റ് ബിൽസ്. അതായത് ഇവരാ ബില്ല് അയച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട്, പഠിക്കാനുള്ള സമയമുണ്ട് എന്ന് കേന്ദ്രം തിരിച്ചു ചോദിച്ചൊരു കാര്യമുണ്ട്. അതായത് നിങ്ങളുടെ സുപ്രീം കോടതിയിൽ എത്ര വർഷമായിട്ട് പല കേസുകളും കെട്ടിക്കിടക്കുന്നു, വന്ന 5 ദിവസത്തിനകം നിങ്ങൾക്ക് കേസുകളിലൊന്നും വിധി പറയാൻ സാധിക്കില്ലല്ലോ. ആദ്യം നിങ്ങൾ അങ്ങനെ ചെയ്ത് കാണിക്കും, അതിനുശേഷം നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാമെന്നുള്ള വലിയ രീതിയിലുള്ള മാസ്സായിട്ടുള്ള വാക്കുകളൊക്കെ സുപ്രീം കോടതി കേട്ടതാണ്. ഇപ്പോൾ സുപ്രീം കോടതിയോട് കേന്ദ്രം പറഞ്ഞിരിക്കുന്നത്, ദേ ഹാവ് ഫുൾ അതോറിറ്റി ടു റിവ്യൂ കോൺസ്റ്റിറ്റ്യൂഷണലിറ്റി. അതായത് ഭരണഘടനയെക്കുറിച്ച് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അവർക്ക് ഭരണഘടനയെ റിവ്യൂ ചെയ്യാൻ അല്ലെങ്കിൽ പരിശോധിക്കാൻ, ഭരണഘടനാപരമായിട്ടുള്ള തീരുമാനം എടുക്കാൻ വലിയ കഴിവുള്ള ആൾക്കാർ തന്നെയാണ്. ആ പൊസിഷനിലാണ് അവർ ഇരിക്കുന്നത് എന്ന് സുപ്രീം കോടതി ആലോചിച്ച് നോക്കണം. അതുകൊണ്ട് സുപ്രീം കോടതി ഇക്കാര്യത്തിലൊന്നും ഇടപെടേണ്ടെന്ന് കേന്ദ്രം പറഞ്ഞിട്ടുണ്ട്. വാണ്ട് സ്ട്രിക്റ്റ് ഡെഡ് ലൈൻസ് കുഡ് ബാക്ക് ഫയർ. അതായത് ഒരു ബില്ല് വന്നു കഴിഞ്ഞാൽ അത് ഇത്ര ദിവസത്തിനകം പാസ്സാക്കണം എന്നുള്ള സുപ്രീം കോടതിയുടെ ഈ തിട്ടൂരമൊന്നും ഇങ്ങോട്ടേക്ക് വേണ്ട. അത് സുപ്രീം കോടതിക്ക് തന്നെ ബാക്ക് ഫയർ ചെയ്യും, സുപ്രീം കോടതി തന്നെ തിരിച്ചടിയാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുഡ് മാൻഡേറ്റ് ഓൺ ദെയർ ഫംഗ്ഷൻ റിസ്ക് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്നുള്ളതാണ് കേന്ദ്രത്തിൻ്റെ അടുത്ത ഒരു വാദം എന്ന് പറയുന്നത്. എന്തായാലും സുപ്രീം കോടതിയെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൃത്യമായി ഒതുക്കിയിരിക്കുകയാണ് ഈ വിഷയത്തിൽ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.